ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗേറ്റ് 2018 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ നമ്മൾ സിവിൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്ത് പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് സെറ്റായിട്ടാണുള്ളത്. ഫസ്റ്റ് സെറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സെറ്റിലെയും എല്ലാ ക്വസ്റ്റ്യൻസും ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നിരുന്നാലും നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ന രീതിയിലാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോസ് ഇതിൻ്റെ ഉടനെ തന്നെ പുറകെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് തൊട്ടിട്ടാണ്, അതായത് നമുക്ക് സെക്ഷൻ 2 എന്ന് പറഞ്ഞിട്ടാണ് സിവിൽ എഞ്ചിനീയറിംഗ് കൊടുക്കുക. സെക്ഷൻ 1 ഓൾ ആപ്റ്റിറ്റ്യൂഡ് ആണ്. നമ്മൾ സെക്ഷൻ 2 സിവിൽ എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ സ്റ്റാർട്ട് ചെയ്ത് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The percentage reduction in bearing capacity of a strip footing resting on a sand under flooding condition. അതായത് നമുക്ക് ബെയറിംഗ് കപ്പാസിറ്റിയുടെ റിഡക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആരുടെ കേസിൽ? സ്ട്രിപ്പ് ഫൂട്ടിങ് എവിടെ റെസ്റ്റ് ചെയ്യുന്നു? സാൻഡിൽ റെസ്റ്റ് ചെയ്യുന്നു അണ്ടർ ഫ്ലഡിംഗ് കണ്ടീഷൻ. ഫസ്റ്റ് കേസ് ഫ്ലഡിംഗ് കണ്ടീഷൻ ആണ്. ഫ്ലഡിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ലെവൽ ഇസ് അറ്റ് ബേസ് ഓഫ് ദ ഫൂട്ടിംഗ്. ഫൂട്ടിങ്ങിന്റെ ബേസിലാണ് നമുക്ക് വാട്ടർ ടേബിൾ ഇരിക്കുന്നത്. ഓക്കെ, then when compared to the situation where water level is at a depth much greater than the width of the footing. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ബേസ് ഫൂട്ടിങ്ങിന്റെ ബേസിൽ വാട്ടർ ടേബിൾ ഇരിക്കുന്നു. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ടേബിൾ അല്ലെ വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഫൂട്ടിങ്ങിന്റെ വിഡ്ത്തിനെ അപേക്ഷിക്കുമ്പോൾ ഒരുപാട് താഴത്താണ്. ദാറ്റ് മീൻസ് വാട്ടർ ടേബിളിന്റെ ഇമ്പാക്ട് ആ ഒരു സെക്കൻഡ് കേസിൽ നമുക്ക് വലുതായിട്ട് വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോർമലി പഠിക്കുന്ന ഒരു കേസാണ്. ജനറലി നമുക്ക് ഇതിന്റെ റിഡക്ഷൻ നമ്മൾ തിയറി പഠിക്കുന്നതിനോടൊപ്പം പഠിച്ച് 50% എന്ന് പഠിക്കാറുണ്ട്. എന്നിരുന്നാലും അത് എങ്ങനെയാണ് വന്നതെന്ന് ജസ്റ്റ് ഞാൻ പറയാം. വാല്യൂ ഓർമ്മയുണ്ടെങ്കിൽ അത് ഓർത്തെടുത്താൽ മതി. നമുക്കറിയാം നമ്മുടെ നമുക്ക് ടൈമിനനുസരിച്ച് മാനേജ് ചെയ്ത് പോകാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ഇത് ഓൾറെഡി നമ്മൾ കണ്ട് പരിചയപ്പെട്ട ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് നമുക്ക് വേഗം ചെയ്യാൻ പറ്റണം. ഓക്കെ, ഏതായാലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. സോ QU ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ CNC പ്ലസ് QNQ പ്ലസ് ഹാഫ് ബി ഗാമ എൻ ഗാമ. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ഓക്കെ, ജനറൽ റിലേഷൻഷിപ്പ്. ഇനി നമുക്ക് ഇവിടെ അറിയാം സാൻഡ് ആണ്. സോ CNC 0 ആയി മാറും. അതുപോലെ തന്നെ നമുക്ക് ഈ Q എന്ന് പറയുന്നത്, അതായത് സ്മോൾ Q എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗാമ DF ആണ്. ഇവിടെ നമുക്ക് സ്ട്രിപ്പ് ഫൂട്ടിംഗ് റെസ്റ്റിംഗ് ഓൺ സാൻഡ് ആയതുകൊണ്ട് DFന്റെ വാല്യൂ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 0. ഓക്കെ, DF ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ ആണ്. വളരെ വലുതായിട്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. സോ യുവർ ഇക്വേഷൻ വിൽ ബി ഹാഫ് ബി ഗാമ എൻ ഗാമ. ഇതാണ് നമ്മുടെ ബെയറിംഗ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ. ഇനി നമുക്ക് രണ്ട് കണ്ടീഷനിലേക്കും വരാം. അതായത് വെൻ വാട്ടർ, ഫസ്റ്റ് ഞാൻ ഈ കണ്ടീഷൻ എടുക്കുകയാണ്. വെൻ വാട്ടർ ടേബിൾ ഇസ് അറ്റ് എ ഡെപ്ത് മച്ച് ഗ്രേറ്റർ ദാൻ ദ വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ്. ഫൂട്ടിങ്ങിന്റെ വിഡ്ത്തിനെ അപേക്ഷിക്കുമ്പോൾ വാട്ടർ ടേബിൾ ഒരുപാട് താഴെയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഗാമയുടെ വാല്യൂ അഫക്റ്റ് ചെയ്യത്തില്ല. കാര്യം ഒരുപാട് താഴെയാണ് നമുക്ക് വാട്ടർ ടേബിൾ ഉള്ളത്. ഈ ഒരു ടേമിനെ നമുക്ക് അഫക്റ്റ് ചെയ്യത്തില്ല. വിച്ച് മീൻസ് ഗാമ തന്നെയായിരിക്കും. ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. ഇനി ആദ്യത്തെ കണ്ടീഷനിലേക്ക് വരാം. ആദ്യത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹാഫ് ബി ഗാമ എൻ ഗാമ തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷെ വാട്ടർ ടേബിൾ എവിടെയാണ്? ബേസ് ഓഫ് ദ ഫൂട്ടിങ്ങിലാണ് ഇരിക്കുന്നത്. വിച്ച് മീൻസ് തേർഡ് ടേമിൽ ഇമ്പാക്ട് ചെയ്യും. ഗാമയ്ക്ക് പകരം അവിടെ എന്തായി മാറും? ഗാമ ഡാഷ് ആയിട്ട് മാറും. സോ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറും? ഹാഫ് ബി ഗാമ ഡാഷ് എൻ ഗാമ. ഇങ്ങനെയാവും നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഇനി നമുക്ക് എന്താ പറയുക, ഗാമ ഇസ് ഈക്വൽ ടു ഗാമ ഡാഷ് ബൈ 2 വരും. വാട്ടർ ടേബിളിന്റെ കറക്ഷൻ ഫാക്ടർ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഗാമ ഇസ് ഈക്വൽ ടു ഗാമ ഡാഷ് ബൈ 2 എന്ന് വരും. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു ഗാമ ഡാഷിന് പകരം ഞാൻ 2 ഗാമ എന്ന് കൊടുക്കും. ഓക്കെ, സോറി, ഗാമ ഡാഷിന് പകരം നമുക്ക് എന്ത് ഗാമയുടെ ടേമിലാണ് എഴുതേണ്ടുള്ളത്. ഗാമയാണല്ലോ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിലും ഉള്ളത്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, നമുക്ക് ഈ ഇക്വേഷനകത്ത് എന്ത് വരും? ഗാമ ഡാഷ് ഇസ് ഈക്വൽ ടു, സോറി ഇവിടെ ഞാൻ എഴുതി തിരിഞ്ഞു പോയി. ഇവിടെ നമുക്ക് ഗാമ ഡാഷ് കറക്ഷൻ ഫാക്ടർ ഗാമ ഡാഷ് ഇസ് ഈക്വൽ ടു ഗാമ ബൈ 2 എന്ന് വരും. ഓക്കെ, കാര്യം നമുക്ക് 0.5 ഇൻറ്റു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കറക്ഷൻ ഫാക്ടർ വരിക. ഓക്കെ, അപ്പോൾ ആ ഡെപ്ത് വെച്ചിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ആ കറക്ഷൻ ഫാക്ടർ ഗാമ ബൈ 2 എന്ന് കിട്ടും. സോ ഗാമ ഡാഷ് ഇസ് ഈക്വൽ ടു ഗാമ ബൈ 2 ആണ്. ഞാൻ ഗാമ ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ യു വിൽ ഗെറ്റ് ആസ് 1/4 ബി ഗാമ എൻ ഗാമ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കറക്ഷൻ ഫാക്ടർ അപ്ലൈ ചെയ്താണ്. ഗാമ ഡാഷ് ഇസ് ഈക്വൽ ടു ഗാമ ബൈ 2. ഞാൻ നേരത്തെ എഴുതിയ തിരിഞ്ഞു പോയതാണ്. ഇവിടെ കറക്ഷൻ ഫാക്ടർ ഇസ് ഈക്വൽ ടു ഒറിജിനൽ ഗാമ ഡിവൈഡഡ് ബൈ 2 ആണ്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പെർസെൻറ്റേജ് റിഡക്ഷൻ. ഞാൻ ഈ ഒരു ഇക്വേഷൻ റബ്ബ് ചെയ്യുവാണ്.
പെർസെൻറ്റേജ് റിഡക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതിൻ്റെ പെർസെൻറ്റേജ് റിഡക്ഷൻ ആണെങ്കിലും ഇനിഷ്യൽ മൈനസ് ഫൈനൽ ഡിവൈഡ് ബൈ ഇനിഷ്യൽ ആണ്. സെയിം കൺസെപ്റ്റ് ഇവിടെ ഹാഫ് ബി ഗാമ എൻ ഗാമ മൈനസ് 1/4 ബി ഗാമ എൻ ഗാമ ഡിവൈഡഡ് ബൈ ഹാഫ് ബി ഗാമ എൻ ഗാമ. നമുക്ക് ഈ ബി ഗാമ എൻ ഗാമ ഒക്കെ എല്ലായിടവും ക്യാൻസൽ ചെയ്തു പോകും. സോ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് മൈനസ് 1/4 ഡിവൈഡഡ് ബൈ ഹാഫ് എന്ന് വരും, വിച്ച് വിൽ ബി ഈക്വൽ ടു ഹാഫിൽ നിന്ന് 1/4 പോയാൽ അഗെയിൻ 1/4 ഇൻറ്റു 2/1, which will be equal to 1/2. That is 0.5 percentage ആയതുകൊണ്ട് 0.5 into 100 വരും, which will be equal to 50%. ഓപ്ഷൻ സി വരും. അങ്ങനെയാണ് 50% വരാം. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് 50% എന്നുള്ളത് ഓർത്ത് വെച്ചിട്ട് വേണമെങ്കിലും എഴുതാം. ഇവിടെ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, ഈ കറക്ഷൻ ഫാക്ടർ വരുന്നതും പിന്നെ ഈ ഒരു ഫസ്റ്റ് കേസ് നമുക്ക് ചേഞ്ച് ഇല്ല എന്നുള്ള കാര്യം. ഇത് രണ്ടും അറിയാമെങ്കിൽ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question, a column of height h with a rectangular cross section of size a/2a. അതായത് നമുക്കൊരു കോളം ഉണ്ട്, കോളത്തിന്റെ ഹൈറ്റ് സ്മോൾ h ആണ്, റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്, അതിന്റെ സൈസ് a/2a ആണ്, ഹാസ് എ ബക്ലിംഗ് ലോഡ് ഓഫ് p. ബക്ലിംഗ് ലോഡ് എന്ന് പറയുന്നത് p ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ ക്രോസ് സെക്ഷൻ ഇസ് ചേഞ്ച് ടു 0.5 a/3a, a/2a ഉള്ള ക്രോസ് സെക്ഷനെ നമ്മൾ 0.5 a/3a ആക്കി മാറ്റി, ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഇസ് ചേഞ്ച് ടു 1.5 h. ഇനിഷ്യലി h ഹൈറ്റ് ഉണ്ടായിരുന്ന കോളത്തിന്റെ ഹൈറ്റ് നമ്മൾ 1.5 h ആക്കി മാറ്റിയെങ്കിൽ ദ ബക്ലിംഗ് ലോഡ് ഓഫ് ദ റീഡിസൈൻഡ് കോളം. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന p ബക്ലിംഗ് ലോഡിന് പകരം റീഡിസൈൻ ചെയ്ത്, അതായത് ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്തുള്ള കോളത്തിന്റെ ബക്ലിംഗ് ലോഡ് എത്ര വരും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് ബക്ലിംഗ് ലോഡിന്റെ ഇക്വേഷൻ ആദ്യം അറിഞ്ഞിരിക്കണം. എന്താണ് ഓപ്ഷൻസ്? p/12, p/4, p/2, 3p/4, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ബക്ലിംഗ് ലോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PU is equal to pi square EI minimum divided by L effective square. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ബക്ലിംഗ് ലോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഫസ്റ്റ് കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ a/2a ആണ് അല്ലേ? സോ നമുക്കപ്പോൾ ഈ കേസിൽ ഐ കണ്ടുപിടിക്കാനായിട്ട് ഐയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഐ മിനിമം ആണ് വേണ്ടുള്ളത് അല്ലേ? അപ്പം മിനിമം വേണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഈ ചെറിയ ഡയമെൻഷൻ്റെ ക്യൂബ്ഡ് ആവണം പോകണം. സോ a³ ഇൻറ്റു 2a/12, ഇതാണ് എയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ എൽ എഫക്റ്റീവിന് പകരം നമുക്ക് ഹൈറ്റ് h ആക്കി എടുത്താൽ മതി. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പൈ സ്ക്വയർ ഇൻറ്റു ഈ ഐ മിനിമത്തിൻ്റെ വാല്യൂ a³ into 2a divided by 12 into L effective squareന്റെ വാല്യൂ h². ഓക്കെ, സോ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് a⁴ വരും, 12ഉം ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് 6 വരും. സോ യു വിൽ ഗെറ്റ് പൈ സ്ക്വയർ ഈ a⁴/6h² എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസിലുള്ള നമ്മുടെ ബക്ലിംഗ് ലോഡ്. ഇനി നമുക്ക് റീഡിസൈൻഡ് കോളത്തിന്റെ ബക്ലിംഗ് ലോഡ് കണ്ടുപിടിക്കാം. അപ്പം PU ഓഫ് റീഡിസൈൻഡ് കോളം, റീഡിസൈൻഡ് കോളത്തിന്റെ ബക്ലിംഗ് ലോഡ് കണ്ടുപിടിക്കാനായിട്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ, പക്ഷെ നമ്മുടെ ഡയമെൻഷൻ മാറും. സോ നമുക്ക് ഐയുടെ വാല്യൂ എന്താ? നമ്മുടെ ഡയമെൻഷൻ 0.5 a/3a ആയി മാറി. സോ I is equal to BD³/12, 0.5 a³ the whole cube into 3a³ sorry 3a³ ഇല്ല 3ab³ d/12, ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് വരെ. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ എൽ എഫക്റ്റീവ് h മാറി 1.5 h ആയി, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ പൈ സ്ക്വയർ ഇ ഇൻറ്റു എന്ത് വരും? 0.5 a the whole cube into 3a divided by 12 into ഹൈറ്റ് എൽ എഫക്റ്റീവ് സ്ക്വയർ എച്ചിൽ നിന്ന് 1.5 h ആയി മാറി. സോ 1.5 h the whole squared ആയി. ഓക്കെ, സോ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് പൈ സ്ക്വയർ ഇ a⁴ divided by 72h² എന്ന് വരും. ഇതാണ് സെക്കൻഡ് കേസിലെ നമ്മുടെ ബക്ലിംഗ് ലോഡിന്റെ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് രണ്ടിൻ്റെയും
ചേഞ്ച്ഡ് ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. ദ ബക്ലിംഗ് ലോഡ് ഓഫ് ദ റീഡിസൈൻഡ് കോളം. റീഡിസൈൻഡ് കോളത്തിന് ആദ്യത്തെ കേസിൽ നമ്മുടെ ബക്ലിംഗ് ലോഡ് പി ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ കേസിൽ എത്രയായിരിക്കും? സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പി യു, ഇത് ഞാൻ 1 എന്ന് കൊടുക്കുന്നു, ഇത് ഞാൻ പി യു 2 എന്ന് കൊടുക്കുന്നു. സോ ഐ എം ഫൈൻഡിങ് ഔട്ട് പി യു 1 ബൈ പി യു 2 ചെയ്യുമ്പോൾ എന്ത് വരും? പൈ സ്ക്വയർഡ് ഇ എ റേസ് ടു 4 ബൈ 6x സ്ക്വയർ ഇൻറ്റു 72h സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഇ എ റേസ് ടു 4. ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോയി എന്ത് വരും? 12 എന്ന് വരും. അതായത് നമ്മുടെ ഫസ്റ്റ് കേസിൽ ബക്ലിംഗ് ലോഡ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? പി. പി ഡിവൈഡഡ് ബൈ ചേഞ്ച്ഡ് ആണ് അറിയാത്തത്, ചേഞ്ച്ഡ് ഇസ് ഈക്വൽ ടു 12. സോ ചേഞ്ച്ഡ് ബക്ലിംഗ് ലോഡ് ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ ബക്ലിംഗ് ലോഡ് ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. സോ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ പി ബൈ 12 എന്ന് വരും. ഇതും ചെയ്താൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വലിയ ട്വിസ്റ്റിംഗ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഈ കാൽക്കുലേഷൻസ് ഒക്കെ ശ്രദ്ധിച്ചൊന്ന് ചെയ്യണം. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ ഈ ഐ മിനിമം ആണ്, എടുക്കേണ്ടുള്ളത്. ബി ഡി ക്യൂബ് ബൈ 12 റെക്റ്റാങ്കിൾ ആണെന്നും പറഞ്ഞ് പോയി എടുക്കരുത്. തന്നിരിക്കുന്ന ഡയമെൻഷനിൽ ചെറിയ ഡയമെൻഷൻ്റെ ക്യൂബ് എടുത്താൽ മാത്രമേ നമുക്ക് ഈ വാല്യൂ മിനിമം ആയി വരത്തുള്ളൂ. അതുകൊണ്ട് ആണ് ഞാൻ എയുടെ ക്യൂബ്ഡ് എടുത്തിരിക്കുന്നത്. 2a ദ ഹോൾ ക്യൂബ്ഡ് എടുത്തെങ്കിൽ ആ വാല്യൂ ഒത്തിരി മാക്സിമം ആയി പോയാൽ നമുക്ക് ഐ മിനിമം ആണ് വേണ്ടത്. ആ ഒരു കണ്ടീഷൻ മാത്രം ഇവിടെ ഓർത്താൽ മതി. സോ പി ബൈ 12 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റീൽ കോളം ഓഫ് ISHB 350 at 724 kg per meter is subjected to a factored axial compressive load of 2000 kN. നമുക്കൊരു കോളം ഉണ്ട്, കോളം ISHB ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ നമുക്ക് നമ്പറൊക്കെ സ്റ്റീൽ ടേബിളിൽ നിന്ന് തന്നിട്ടുണ്ട്. അത് ഒരു ആക്സിൽ കംപ്രസീവ് ലോഡിന് വിധേയമാണ് 2000 kN. The load is transferred to the concrete pedestal of grade M20 through a square base plate. ഈ ലോഡ് നമ്മുടെ താഴെയുള്ള കോൺക്രീറ്റ് പെഡസ്റ്റൽ, അതിൻ്റെ ഗ്രേഡ് M20 ആണ്, സ്ക്വയർ ബേസ് പ്ലേറ്റ് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കൺസിഡർ ദ ബെയറിംഗ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആസ് 0.45 FCK. നമ്മുടെ കോൺക്രീറ്റിന്റെ ബെയറിംഗ് സ്ട്രെങ്ത് 0.45 FCK ആണെന്ന് അസ്യൂം ചെയ്യുക. FCK is the characteristic strength of concrete. നമുക്കറിയാം. Using limit state method and neglecting self weight of base plate and steel column, the length of a side of base plate to be provided. നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് വെച്ച് ബേസ് പ്ലേറ്റിൻ്റെയും സ്റ്റീൽ കോളത്തിൻ്റെയൊക്കെ സെൽഫ് വെയിറ്റ് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബേസ് പ്ലേറ്റ് കൊടുക്കുമല്ലോ, ആ സ്ക്വയർ ബേസ് പ്ലേറ്റിൻ്റെ ഒരു സൈഡിൻ്റെ ഡയമെൻഷൻ എത്ര ആണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ 39 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 42 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 45 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 48 സെൻറ്റിമീറ്റർ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബെയറിംഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാം. bearing stress on concrete. കോൺക്രീറ്റിന്റെ ബെയറിംഗ് സ്ട്രെസ് കണ്ടുപിടിക്കാം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ ഏരിയ ആണ്. സോ നമുക്ക് ഇവിടെ ഫാക്ടേർഡ് ലോഡ് ആണ് ഉള്ളത്. സോ ഫാക്ടേർഡ് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് പ്ലേറ്റ്, ആ പ്ലേറ്റിന്റെ ഏരിയ. ഓക്കെ, അപ്പം നമുക്കിവിടെ ബെയറിംഗ് സ്ട്രെസ് ഓൺ കോൺക്രീറ്റ് എത്ര ആണ് തന്നിട്ടുണ്ട്? ബെയറിംഗ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ബെയറിംഗ് സ്ട്രെസ് 0.45 FCK ആണ്. FCKയുടെ വാല്യൂ ഇവിടെ ഗിവൺ ആണ് അല്ലേ. സോ 0.45 FCK ആണ്. സോ ഞാനിത് 0.45 FCK is equal to ഫാക്ടേർഡ് ലോഡ് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 2000 kN ആണ്. സോ ന്യൂട്ടണിലേക്ക് മാറ്റാൻ ഇൻറ്റു 10⁻³ ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ പ്ലേറ്റ്. പ്ലേറ്റിൻ്റെ ഏരിയ അറിയത്തില്ല, സ്ക്വയർ ബേസ് പ്ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഒരു സൈഡ് എക്സ് ആണെന്ന് വിചാരിക്കുകയാണ്. സോ ഏരിയ വിൽ ബി എക്സ് ഇൻറ്റു എക്സ്, വിച്ച് വിൽ ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, ഇവിടെ FCKക്ക് പകരം നമുക്ക് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്ന ഗ്രേഡ് M20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് 0.45 ഇൻറ്റു 20 ഇൻറ്റു എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 10⁻³ 6 എന്ന് വരും. ഇതിൽ നിന്ന് യു ക്യാൻ ഫൈൻഡ് ഔട്ട് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0.45 ഇൻറ്റു 20, സോറി, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 10⁻⁶ ഡിവൈഡഡ് ബൈ 0.45 ഇൻറ്റു 20. ഇതിൽ നിന്ന് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ്. റൂട്ട് എടുത്താൽ എക്സ് കിട്ടും. കാൽക്കുലേറ്ററിൻ്റെ സഹായത്തോടെ ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും 471.4 mm എന്ന് കിട്ടും. ഓക്കെ, MM ലാണ് വാല്യൂ കിട്ടുക.
Nm² ആണല്ലോ ഇവിടെ നമ്മൾ ബെയറിംഗ് സ്ട്രെസ് FCK എന്ന് പറഞ്ഞാൽ 20 Nm/mm². ആണ്. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ mmലായിരിക്കും. യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻറ്റു സെന്റിമീറ്റർ. കാര്യം സെന്റിമീറ്ററിലാണ് ആൻസർ തന്നിരിക്കുന്നത്. സോ 47.1 എന്ന് കിട്ടും, വിച്ച് വിൽ ബി ഈക്വൽ ടു 48 സെന്റിമീറ്റർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരെ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒന്നുമില്ല, ബെയറിംഗ് സ്ട്രെസ്സിൽ നിന്ന് ലോഡ് ബൈ ഏരിയ എടുക്കുക. ലോഡ് ഫാക്ടേർഡ് ലോഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ ഒരു സൈസ് x ആണെങ്കിൽ അടുത്ത x ഇൻറ്റു x² ആണെന്ന് മനസ്സിലാക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെറുതെ പേടിപ്പിക്കാൻ തന്നിരിക്കുകയാണ്. ജസ്റ്റ് പ്ലേറ്റിൻ്റെ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിച്ചെടുത്താൽ നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1:50 മോഡൽ ഓഫ്, ഇത് നമുക്ക് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ആണ്. നമ്മൾ ആൻസർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷൻ ഇല്ല. 1:50 മോഡൽ ഓഫ് എ സ്പിൽവേ ഇസ് ടു ബി ടെസ്റ്റഡ് ഇൻ ദ ലബോറട്ടറി. നമുക്കൊരു മോഡൽ ഉണ്ട്, 1:50 ആണ് അതിൻ്റെ റേഷ്യോ. ഡിസ്ചാർജ് ഇൻ ദ പ്രോട്ടോടൈപ്പ് സ്പിൽവേ ഇസ് 1000 m³/s. നമുക്ക് പ്രോട്ടോടൈപ്പിന്റെ ഡിസ്ചാർജ് 1000 m³/s ആണ്. ദ കറസ്പോണ്ടിങ് ഡിസ്ചാർജ് ഇൻ m³/s അപ് ടു 2 decimal places to be maintained in the model, neglecting variation in acceleration due to gravity. അപ്പോൾ പ്രോട്ടോടൈപ്പിന്റെ ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മോഡലിൽ എത്രത്തോളം നമ്മൾ ഡിസ്ചാർജ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താണ് സ്പിൽവേ മോഡലാണ്, അല്ലെങ്കിൽ നമുക്ക് ഫ്ലോ ഓവർ സ്പിൽവേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഏത് മോഡലിലുമാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഫസ്റ്റ് മനസ്സിലാക്കണം. അത് സിൻസ് ഇറ്റ് ഇസ് എ സ്പിൽവേ, നമ്മളിവിടെ ഫ്രൂട്ട്സ് മോഡലിലോ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യം. അപ്പം നമുക്കറിയാം ഫ്രൂട്ട്സ് നമ്പർ ഫോർ മോഡൽ വിൽ ബി ഈക്വൽ ടു ഫ്രൂട്ട്സ് നമ്പർ ഓഫ് പ്രോട്ടോകോൾ. ഓക്കെ, സോ ഫ്രൂട്ട്സ് നമ്പറിൻ്റെ ഇക്വേഷൻ Vm/റൂട്ട് ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ചേഞ്ച് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ജിനി അതുപോലെ തന്നെ ഇതാണ്, Dm is equal to Vp/റൂട്ട് ഓഫ് G ഇൻറ്റു dp. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അവിടെ G സെയിം ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അത് രണ്ടിടത്തും ക്യാൻസൽ ചെയ്യാം. സോ ഞാൻ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്, സ്ക്വയർ എടുക്കുകയാണ്. Vm²/Dm is equal to Vp²/dp. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും എഴുതിയതിൽ സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ത്രൂ ഔട്ട് ഈ ഇക്വേഷൻ, ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ 1 എന്ന് പറയുന്ന ഇക്വേഷനെ ഞാൻ Dm⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുകയാണ്. Dm⁴ കൊണ്ട്. ഓക്കെ, എന്തിനാണെന്ന് മനസ്സിലാവും ഇനി അങ്ങോട്ട് ചെയ്യുമ്പോൾ. സോ Dm⁴ ഇൻറ്റു Vm² ഡിവൈഡഡ് ബൈ Dm ഓൾറെഡി ഉണ്ട്, ഞാനൊരു Dm⁴ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ Dm⁵ ഇസ് ഈക്വൽ ടു Dm⁴, ഈ സൈഡിനെ ഞാൻ dp, ഈ ലെഫ്റ്റ് സൈഡിനെ Dm⁴ കൊണ്ടും റൈറ്റ് സൈഡിനെ dp⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. ഇവിടെ Dm⁴ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? dp⁴ ഇൻറ്റു Vp² ഡിവൈഡഡ് ബൈ dp⁵ എന്ന് വരും. ഓക്കെ, സോ നമുക്ക് ഇനി നോക്കാം. നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ചാർജിൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ? ഡിസ്ചാർജിൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക. ഇവിടെ നമുക്ക് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തറിയാം? ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു സി നോക്കാം. ഞാൻ ഇതിനെ ഒന്ന് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ആദ്യം ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. dp/dm ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ദ ഹോൾ റേസ് ടു 5 ഇസ് ഈക്വൽ ടു dp/dm ഉണ്ട് ഇവിടെ അങ്ങോട്ട്. ഓക്കെ, ഇനി അങ്ങോട്ട് നോക്കുകയുള്ളൂ. ഇനി ആരാ ഉള്ളത്? നമുക്ക് ഈ സൈഡിൽ ഇസ് ഈക്വൽ ടു Vp/dp ഉണ്ട്, Vp² dp⁴ ഡിവൈഡഡ് ബൈ പിന്നെ ആരാണുള്ളത് ഡിനോമിനേറ്ററിൽ? Vm² Dm⁴ ഇവരാണ് ഉള്ളത്. ഇവിടെ നോക്കൂ, നമുക്ക് ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ π/4 d² ആണ്. π/4 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ട് നമുക്ക് എന്താണ് d⁴ ഈ സൈഡിലുണ്ട് അല്ലേ? അപ്പം അതിൻ്റെ ഒരു ഇതിനെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. Vp² dp² ഡിവൈഡഡ് ബൈ Vm² Dm² is equal to dp/dm the whole raised to 5. ഓക്കെ, ഇനി ഞാൻ ഇതിനെ
സ്ക്വയർ റൂട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം എന്ത് വരും? നമുക്ക് സ്ക്വയർ റൂട്ട് എടുത്താൽ വി പി ഡി പി സ്ക്വയർ ഡിവൈഡഡ് ബൈ വി എം ഡി എം സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി എം ദ ഹോൾ റേസ് ടു 5 ഓൾറെഡി ഉണ്ട്, അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 5/2 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, വി പി ഇൻറ്റു ഡി പി ദ ഹോൾ സ്ക്വയർ. നോക്കൂ, നമുക്ക് 5/4 ഡി സ്ക്വയർ ആണ്. 5/4ഉം 5/4ഉം വെട്ടിപ്പോവും. വെലോസിറ്റി വി ആണ്. സോ എന്ത് വരും? നമുക്ക് വി ഇൻറ്റു ഡി സ്ക്വയർ എന്ന് വരും. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ പ്രോട്ടോടൈപ്പിൻ്റെ ഡിസ്ചാർജ് ആണ് ന്യൂമറേറ്ററിൽ. സോ ക്യു പി ഡിവൈഡഡ് ബൈ ക്യു എം, ഓക്കെ, ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഞാൻ ഇത്തിരി ഒന്ന് ഇവിടെ ഒന്ന് റബ്ബ് ചെയ്യുന്നുണ്ട്. So you can write QP by QM is equal to എന്ത് എഴുതാം? ഡിസ്ചാർജ് അല്ലേ? DP by DM the whole raised to 5/2. ഇനി നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് 1:50 ആണെന്ന് തന്നിട്ടുണ്ട് നമ്മുടെ സ്കെയിൽ റേഷ്യോ അല്ലേ. അപ്പം നമുക്ക് ഡി പി ബൈ ഡി എം വാല്യൂ അറിയാമല്ലോ. സോ 1/50 ആണ്. സോ 1/50 ദ ഹോൾ റേസ് ടു 5/2 എന്ന് വരും. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എന്താണ് നമുക്ക് മോഡലിലുള്ള ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ മോഡലിലുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് കിട്ടും? 1/50 ദ ഹോൾ റേസ് ടു 5/2 ഇൻറ്റു, കുറച്ച് കാൽക്കുലേഷൻ ഉള്ളതാണ്. നമുക്ക് മോഡൽ പ്രോട്ടോടൈപ്പിൻ്റെ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, 1000 ആണ്. സോ അത് ചെയ്യുമ്പോഴത്തേക്ക് യു യൂസ് ദ കാൽക്കുലേഷൻ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 0.0565 meter cube per second. So your value is 0.0565 meter cube per second. ഓക്കെ, കുറച്ച് ലെങ്തി ആണ്, ഒന്നുമില്ല, റീഅറേഞ്ച് ചെയ്ത് കൊണ്ടുവരിക സ്കെയിൽ റേഷ്യോയുടെ വാല്യൂസിൽ. നെക്സ്റ്റ്, a bitumen sample has been graded as VG30 as per IS 73/2013. The 30 in the grade means 30 എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. Penetration of bitumen at 25 degrees Celsius is between 20 and 40. Viscosity of bitumen at 60 degrees Celsius is between 2400 and 3600 poise. Ductility of the bitumen at 27 degrees Celsius is more than 30 cm. Elastic recovery of the bitumen at 15 degrees Celsius is more than 30%. ഇത് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് VG30 എന്ന് തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. വി എന്ന് പറഞ്ഞാൽ തന്നെ വിസ്കോസിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്, വിസ്കോസിറ്റിയുടെ ഗ്രേഡ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. വിസ്കോസിറ്റി ഓഫ് ബിറ്റുമൻ അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ് ഇസ് ബിറ്റ്വീൻ 2400 ആൻഡ് 3600 പോയിസ് എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. ബാക്കി ഒന്നും അതിൻ്റെ ഓപ്ഷനായിട്ട് വരത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. There are 20,000 vehicles operating in a city with an average annual travel of 12,000 km per vehicle. അതായത് ഒരു സിറ്റിക്കകത്ത് നമുക്ക് 20,000 വെഹിക്കിൾസ് ഉണ്ട്. അതിന് ആനുവൽ ആവറേജ് ട്രാവൽ എന്ന് പറയുന്നത് 12,000 കിലോമീറ്റർ പെർ വെഹിക്കിൾ. ഒരു വെഹിക്കിൾ, അതായത് ഈ 20,000 വെഹിക്കിൾസ് ഉള്ളതിൽ ഓരോ വെഹിക്കിളും 12,000 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. The NOx emission rate is 2 gram per kilogram per vehicle. അതായത് ഓരോ വെഹിക്കിളും 1 കിലോഗ്രാം പോകുമ്പോഴത്തേക്ക് 2 gram NOx എമിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ the total annual release of NOx will be. നൈട്രസ് ഓക്സൈഡിന്റെ എമിഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 4,80,000 കിലോഗ്രാം, ഓപ്ഷൻ ബി 4,800 കിലോഗ്രാം, ഓപ്ഷൻ സി 480 കിലോഗ്രാം, ഓപ്ഷൻ ഡി 48 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കപ്പം ആനുവൽ റിലീസ് ഓഫ് NOx ബൈ 1 വെഹിക്കിൾ ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കാം. ആനുവൽ റിലീസ് ഓഫ് NOx ബൈ 1 വെഹിക്കിൾ, ഒരു വെഹിക്കിൾ റിലീസ് ചെയ്യുന്ന ആനുവൽ NOxന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്തറിയാം? നമുക്ക് 2000 വെഹിക്കിൾസ് ഉണ്ടെന്ന് അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു വെഹിക്കിളിനെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു വെഹിക്കിള് നമുക്ക് ആനുവൽ ട്രാവൽ എന്ന് പറഞ്ഞാൽ 12,000 കിലോമീറ്റർ പെർ വെഹിക്കിൾ ആണ്. ഒരു വെഹിക്കിൾ 12,000 ഡിസ്റ്റൻസ് മീൻ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് 12,000 കിലോമീറ്റർ ഈ പറഞ്ഞ ഓരോ വെഹിക്കിളും ട്രാവൽ ചെയ്യും. അപ്പോൾ ഈ ഓരോ വെഹിക്കിളും 12,000 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത്
പറഞ്ഞിട്ടുണ്ട് എമിറ്റ് ചെയ്യുന്ന NOx എന്ന് പറഞ്ഞാൽ 2 gram ആണ്. 1 കിലോമീറ്റർ അത് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വെഹിക്കിൾ 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് അത് 2 gram NOx എമിറ്റ് ചെയ്തു. അപ്പം പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് 12,000 കിലോമീറ്റർ ഓരോ വെഹിക്കിളും ട്രാവൽ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ 20,000 വെഹിക്കിൾസും നമുക്ക് റോഡിലൂടെ 12,000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ 12,000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതിൽ ഓരോ കിലോമീറ്ററിലുമാണ് ഇത് 2 gram NOx എമിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഓരോ വെഹിക്കിളും എത്ര എമിറ്റ് ചെയ്യും? 12,000 കിലോമീറ്റർ ഓരോ വെഹിക്കിളും ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓരോ കിലോമീറ്ററിലും അത് 2 gram എമിറ്റ് ചെയ്യുന്നുണ്ട്. ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, സോ ഇത് 1000 ഡിവൈഡ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഗ്രാമിലാണ് തന്നിരിക്കുന്നത് NOx എമിഷൻ. അത് കിലോഗ്രാമിലേക്ക് മാറ്റാം. കാരണം നമ്മുടെ ക്വസ്റ്റിനകത്ത് അത് കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് ആസ് 24 കിലോഗ്രാം. അതായത് ഓരോ വെഹിക്കിളും ഒരു വർഷം റിലീസ് ചെയ്യുന്ന NOx 24 ആണ്. ഒരു വെഹിക്കിളിൻ്റെ കാര്യം, ഒരു വർഷം ഒരു വെഹിക്കിൾ എമിറ്റ് ചെയ്യുന്ന NOxന്റെ എമൗണ്ട് ആണ് 24 കിലോ. നമുക്ക് ടോട്ടൽ ആനുവൽ റിലീസ് ഓഫ് NOx ടോട്ടലി എത്ര? ഒരു വെഹിക്കിൾ 24. നമുക്ക് മൊത്തം എത്ര വെഹിക്കിൾ ഉണ്ട്? 20,000 വെഹിക്കിൾ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ടോട്ടൽ ആനുവൽ NOx എന്ന് പറഞ്ഞാൽ ഈ ഓരോന്നും റിലീസ് ചെയ്യുന്നത് വരും. സോ 24 ഇൻറ്റു എത്രയാണോ നമ്പർ ഓഫ് വെഹിക്കിൾസ്? 20,000. സോ 24 ഇൻറ്റു 2 40. 4,80,000 കിലോഗ്രാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഒന്നുമില്ല, ഒരു സിറ്റിക്കകത്ത് 20,000 വെഹിക്കിൾസ് പോകുന്നുണ്ട്. ഓരോ വെഹിക്കിളും, അതായത് ഈ 20,000 വെഹിക്കിളിൽ ഓരോ വെഹിക്കിളും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000 കിലോമീറ്റർ ആണ്. ഈ 12,000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന വെഹിക്കിൾ ഓരോ കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴും 2 gram NOx എമിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആനുവലി എത്ര NOx എമിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒരു വെഹിക്കിൾ എമിറ്റ് ചെയ്യുന്ന എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മൊത്തം അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 12,000 ആണ്. ഓരോ കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴാണ് 2 gram എമിറ്റ് ചെയ്യുന്നത്. സോ 12,000 ഇൻറ്റു 2, അതിന് നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റാനായിട്ട് ഡിവൈഡ് ബൈ 1000 ചെയ്തു 24 കിലോഗ്രാം കിട്ടി. ഇതാണ് ആനുവലി ഒരു വെഹിക്കിൾ റിലീസ് ചെയ്യുന്ന NOxന്റെ എമൗണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടലി എല്ലാ വെഹിക്കിളും കൂടി എത്ര NOx റിലീസ് ചെയ്യുന്നു. സോ 24 ഇൻറ്റു നമുക്ക് മൊത്തമുള്ള വെഹിക്കിൾസ് 20,000 ആണ്. 4,80,000 കിലോഗ്രാം. ജസ്റ്റ് ഒരു കൺസെപ്റ്റുവൽ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. solid circular beam with radius 0.25 meter and length 2 meter. ഒരു സോളിഡ് സർക്കുലർ ബീം ഉണ്ട്, അതിന്റെ റേഡിയസ് 0.25 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ലെങ്ത് 2 മീറ്റർ ആണ്. is subjected to twisting moment of 20 kilonewton meter. അത് ഒരു ട്വിസ്റ്റിംഗ് മൊമെന്റിന് വിധേയമാണ് 20 kilonewton meter about the z axis at the free end. അതിന്റെ ഫ്രീ എൻഡിൽ z ആക്സിസിന് എബൌട്ട് ആയിട്ട് 20 kilonewton meter ട്വിസ്റ്റിംഗ് മൊമെന്റ് പോകുന്നുണ്ട്. വിച്ച് ഇസ് ദ only ലോഡ് ആക്ടിങ് ആസ് ഷോൺ ഇൻ ഫിഗർ. വേറെ ലോഡ് ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല, ഈ ഒരു ട്വിസ്റ്റിംഗ് മൊമെന്റ് മാത്രമേ ഉള്ളൂ. The shear stress component tau xy at the point M. നമുക്ക് ഷിയർ സ്ട്രെസ് കമ്പണന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു പോയിന്റ് M ഉണ്ട്. ഇൻ ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ ബീം അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 meter ഫ്രം ദ ഫിക്സഡ് എൻഡ്. ഫിക്സഡ് എൻഡിൽ നിന്ന് 1 meter ഡിസ്റ്റൻസ് മാറി ഒരു പോയിന്റ് എമ്മിലുള്ള ഷിയർ സ്ട്രെസ് കമ്പണന്റ് tau xy ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഇത് നമ്മുടെ ടോർഷൻ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. T/J is equal to, നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ്? G theta by L is equal to tau by R. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടൗ ആണ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ടൗ മാക്സിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ ടൗ ബൈ റേഡിയൽ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, ഇസ് ഈക്വൽ ടു T/J എന്ന് തന്നിട്ടുണ്ട്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ടൗ മാക്സ്. ടൗ മാക്സിൻ്റെ വാല്യൂ T/J ഇൻറ്റു R ആണ് അല്ലേ. സോ T/J ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 0.51, 0.815, 2 MPa. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് സെഡ് ആക്സിസിൽ മാത്രം ഒരു ട്വിസ്റ്റിംഗ് മൊമെന്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ട്വിസ്റ്റിംഗ് മൊമെന്റ് സെഡ് ആക്സിസിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷിയറിംഗ് സ്ട്രെസ് ഉണ്ടാകുന്ന രണ്ട് പ്ലെയിനുകൾ എന്ന് പറഞ്ഞാൽ XY പ്ലെയിനും അതുപോലെ തന്നെ XZ പ്ലെയിനുമാണ്. ഓക്കെ, സിൻസ് നമുക്ക് സെഡ് ഡയറക്ഷനിൽ മാത്രമാണ്
ഒരു ട്വിസ്റ്റിംഗ് മൊമെന്റ് ഉള്ളത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൗ എക്സ് വൈ ആണ്, അതായത് എക്സ് വൈ പ്ലെയിനിലുള്ള ഷിയർ സ്ട്രെസ് ആണ്. ഇത് സെഡ് ആക്സിസിൽ മാത്രം ഒരു ട്വിസ്റ്റിംഗ് മൊമെന്റ്, ഒരു ട്വിസ്റ്റിംഗ് കപ്പിൾ അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് മൊമെന്റ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എക്സ് വൈ പ്ലെയിനിൽ എന്തുണ്ടാവത്തില്ല, ഷിയർ സ്ട്രെസ് കമ്പണന്റ് ഉണ്ടാവത്തില്ല. അവിടെ ഉള്ളത് എന്തായിരിക്കും, 0 ആയിരിക്കും. സിൻസ് സെഡ് ഡയറക്ഷനിലാണ് നമുക്ക് ഉണ്ടാവുക. അപ്പം സെഡ് എക്സ് വൈ, ടൗ സെഡ് എക്സ് വൈ വാല്യൂ ഉണ്ടാവും. നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സെഡ് വൈ ഉണ്ടാവും, ടൗ ഓഫ് സെഡ് എക്സ് ഉണ്ടാവും. ബിക്കോസ് സെഡ് വരുന്ന രണ്ട് ടേംസും വരുന്നത് ഉണ്ടാവും. ബാക്കി എക്സ് വൈ എന്ന് പറയുന്ന കമ്പണന്റ് 0 ആയിരിക്കും. സോ നമ്മുടെ കറക്റ്റ് ആൻസർ 0 MP എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തെറ്റരുത്. നമ്മളിതൊക്കെ വെച്ചിട്ട് വാല്യൂ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങ് കണ്ടുപിടിക്കാൻ പോകരുത്. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക. എന്നിട്ട് എന്താണ് അക്ഷരാർത്ഥത്തിൽ ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The speed density relationship between for a road section is shown in figure. നമുക്ക് ഒരു ഫിഗറിനകത്ത് സ്പീഡ് ഡെൻസിറ്റി റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. The shape of the flow density relationship is, സ്പീഡ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഫ്ലോ ഡെൻസിറ്റി റിലേഷൻഷിപ്പ് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് തന്നിരിക്കുന്നത്. നമുക്ക് സ്പീഡ് ഞാൻ ഇവിടെ ജസ്റ്റ് y കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു ആൻഡ് ഡെൻസിറ്റി ഞാൻ x കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു ഫോർ ദ സേക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, സ്പീഡ് നമുക്ക് എങ്ങനെയാണ് പോവുക, സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലേ. സ്പീഡ് ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് y is equal to x ആണ് എൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയും. ഇനി ഇവിടെ നോക്കൂ, ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ ഓഫ് ദ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, y is equal to mx plus c. ഇതാണ് രണ്ട് ലൈൻ്റെയും ഇക്വേഷൻസ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് വരാം. ഫ്ലോ ഇസ് ഈക്വൽ ടു എന്താണ് നമ്മുടെ റിലേഷൻഷിപ്പ്, സ്പീഡ് ഇൻറ്റു ഡെൻസിറ്റി. ഫ്ലോ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ഡെൻസിറ്റി ആണ്. ഓക്കെ, അതായത് ഞാനിവിടെ സ്പീഡ് ഡിനോട്ട് ചെയ്തത് y കൊണ്ടും ഡെൻസിറ്റി x കൊണ്ടുമാണ് ഡിനോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, അതിന് ഇവിടെ നോക്കൂ, നമുക്ക് ഫസ്റ്റ് എന്താണ് നമുക്കുള്ളത്, y is equal to k കൊടുത്തു. ഞാൻ y is equal to k കൊടുത്തെന്ന് വിചാരിക്കാം. y is equal to k എന്നൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പോർഷൻ നോക്കിക്കോളൂ, ഫ്ലോയുടെ വാല്യൂ y ഞാൻ k കൊടുത്തു. ഈ ഒരു ഇക്വേഷൻ ആണ്, ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ഇവിടെ ഞാൻ yക്ക് 0 കൊടുത്തു, yക്ക് ഞാൻ k കൊടുത്തു. ഈ ഒരു ഇക്വേഷനകത്ത് ഫസ്റ്റ് ഇക്വേഷനകത്ത് yക്ക് ഞാൻ k കൊടുത്തു എന്ന് വിചാരിക്കുക. സോ ഫ്ലോ ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ഡെൻസിറ്റി ആണ്. സ്പീഡിനാണ് ഞാൻ k കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് എന്താവും, k ഇൻറ്റു എക്സ് വരും. k ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അതൊരു ലീനിയർ ആണ്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും അടുത്ത കൊടുക്കുന്നു, y is equal to mx plus c കൊടുക്കുന്നു. yക്ക് പകരം mx plus c സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ വീണ്ടും എന്ത് വരും, ഫ്ലോ ഇസ് ഈക്വൽ ടു yക്ക് പകരം mx plus c ആണ്. അപ്പം mx plus c ഇൻറ്റു എക്സ്, ദാറ്റ് ഇസ് mx സ്ക്വയർ പ്ലസ് cx എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഇതെന്ത് വരും, ഇത് സ്ക്വയർ വരുന്നതുകൊണ്ട് ദിസ് റിലേഷൻഷിപ്പ് ഇസ് പാരാബോളിക്. നേരത്തെ റേസ്റ്റ് 1 വന്നതുകൊണ്ടാണ് പാരാബോളിക് ആയിട്ട് വന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പീസ് വൈസ് ലീനിയർ, എന്തായാലും പീസ് വൈസ് ലീനിയർ അല്ല, കാര്യം നമുക്ക് ഒരിടത്ത് ലീനിയറും കിട്ടി പാരാബോളിക്കും കിട്ടി. പാരാബോളിക് മൊത്തത്തിൽ പാരാബോളിക് ആണെന്നും പറയാൻ സാധിക്കത്തില്ല. ഇനിഷ്യലി ലീനിയർ ദെൻ പാരാബോളിക്, അത് പറയാൻ പറ്റും. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ പോർഷനിൽ y is equal to k ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ലീനിയർ റിലേഷൻഷിപ്പ് ആണ് വന്നത്. പിന്നീടാണ് അത് പാരാബോളിക് ആയിട്ട് മാറി. സോ ഓപ്ഷൻ സി ആണ് ഇനിഷ്യലി ലീനിയർ ദെൻ പാരാബോളിക്. ഇവിടെ ഓപ്ഷൻ ഡി ഇനിഷ്യലി പാരാബോളിക് ദെൻ ലീനിയർ കൂടി ഉണ്ട്, അതുകൊണ്ട് തിരിഞ്ഞു പോകരുത്. നമുക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് കേസിൽ റേസ്റ്റ് 1 പവർ വന്നു, ലീനിയർ റിലേഷൻഷിപ്പ് ആണ് കിട്ടിയത്. പിന്നീടാണ് അത് എന്തായി മാറിയത്, നമുക്ക് പാരാബോളിക് ആയിട്ട് മാറി. സോ ഓപ്ഷൻ സി ഈസ് യുവർ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വിഡ്ത്ത് ഓഫ് എ സ്ക്വയർ ഫൂട്ടിംഗ് ആൻഡ് ഡയാമീറ്റർ ഓഫ് എ സർക്കുലർ ഫൂട്ടിംഗ് ആർ ഈക്വൽ. ഒരു സർക്കുലർ ഫൂട്ടിങ്ങിന്റെ ഡയാമീറ്ററും സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ വിഡ്ത്തും ഈക്വൽ ആണ്. ഇഫ് ബോത്ത് ദ ഫൂട്ടിങ്സ് ആർ പ്ലേസ്ഡ് ഓൺ എ സർഫസ് ഓഫ് എ സാൻഡി സോയിൽ, സാൻഡി സോയിലിന്റെ സർഫസിലാണ് ഈ രണ്ട് ഫൂട്ടിങ്ങും പ്ലേസ് ചെയ്ത് വെച്ചതെങ്കിൽ ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സർക്കുലർ ഫൂട്ടിംഗ് ടു ദാറ്റ് ഓഫ് സ്ക്വയർ ഫൂട്ടിംഗ്. രണ്ടും നമ്മൾ സാൻഡി സോയിലിന്റെ സർഫസിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സർക്കുലർ ഫൂട്ടിംഗ് ടു സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ റേഷ്യോ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ നമുക്ക് QU ഓഫ് സർക്കുലർ ഫൂട്ടിംഗ് എത്രയാണെന്ന് നോക്കാം. വാല്യൂ 1.3 CNC പ്ലസ് സർക്കുലർ ഫൂട്ടിങ്ങിന്റെ ഇക്വേഷൻ ആണ് എഴുതുന്നത്, ഗാമ DF NQ
പ്ലസ് 0.5 ഗാമ ബി എൻ ഗാമ. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫോർ സാൻഡി സോയിൽ ആണ്, അതുപോലെ തന്നെ എവിടെയാണ് വെച്ചിരിക്കുന്നത്, സർഫസിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയും, സർഫസ് ആയതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് സാൻഡി സോയിൽ ആണ്, സോ സി വാല്യൂ 0 ആണ്, ഈ ടേം പോയി. സർഫസ് ആണ്, സോ ഡി എഫ് 0 ആണ്, ഡെപ്ത് 0 ആണ്, സോ ഈ ഒരു ടേമും പോയി. ആര് മാത്രമേ ഉള്ളൂ നമുക്ക്, സോറി ഇവിടെ 0.5 അല്ല, സർക്കുലർ ഫൂട്ടിംഗ് ആയതുകൊണ്ട് ഇവിടെ 0.3 ഗാമയാണ്. സോ അത് എഴുതി തിരിഞ്ഞു പോയതാണ്, 0.3 ഗാമയാണ്. സോ നമുക്ക് ക്യു യു ഫോർ സർക്കുലർ ഫൂട്ടിംഗ് എന്ന് പറയുന്നത് എന്ത് വന്നു, 0.3 ഗാമ ബി എൻ ഗാമ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ കമ്പയറിങ് ഇറ്റ് വിത്ത് ദ സ്ക്വയർ ഫൂട്ടിംഗ്. സ്ക്വയർ ഫൂട്ടിംഗ് എടുക്കുമ്പോഴത്തേക്ക് സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ റിലേഷൻഷിപ്പ് എന്താണ്, 1.3 CNC പ്ലസ് ഗാമ ഡി എഫ് എൻ ക്യൂ പ്ലസ് സ്ക്വയർ ഫൂട്ടിംഗ് ആയതുകൊണ്ട് 0.4 ഗാമ ബി എൻ ഗാമ. ഇവിടെയും സി 0 ആയിട്ട് വരും, ഡി എഫ് 0 ആയിട്ട് വരും. അപ്പോൾ എന്ത് വരും നമുക്ക്, ഫൈനലി സ്ക്വയർ ഫൂട്ടിങ്ങിന് 0.4 ഗാമ ബി എൻ ഗാമ എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സർക്കുലർ ഫൂട്ടിംഗ് ടു ദാറ്റ് ഓഫ് സ്ക്വയർ ഫൂട്ടിംഗ്. അപ്പോൾ ക്യൂ യു ഓഫ് സർക്കുലർ ടു ക്യൂ യു ഓഫ് സ്ക്വയർ, ഈ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് വരും നമുക്ക്, 0.3 ഗാമ ബി എൻ ഗാമ ഡിവൈഡഡ് ബൈ 0.4 ഗാമ ബി എൻ ഗാമ. അതൊക്കെ ക്യാൻസൽ ചെയ്ത് 0.3/4 എന്ന് വരും, ദാറ്റ് ഇസ് 3/4. സോ നമ്മുടെ ഓപ്ഷൻ സി 3/4 ആണ്. സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ സി. സിമ്പിൾ ചോദ്യമാണ്, ഇക്വേഷൻസ് രണ്ടും അറിഞ്ഞിരുന്നാൽ മതി, നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ വെൽ ഡിസൈൻഡ് സിഗ്നലൈസ്ഡ് ഇന്റർസെക്ഷൻ ഇസ് ദ വൺ ഇൻ വിച്ച്. ഒരു വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള സിഗ്നലൈസ്ഡ് ഇന്റർസെക്ഷന്റെ പ്രത്യേകത എന്തായിരിക്കും, ക്രോസിംഗ് കോൺഫ്ലിക്ട്സ് ആർ ഇൻക്രീസ്ഡ്. ഓപ്ഷൻ ബി ടോട്ടൽ ഡിലേ ഇസ് മിനിമൈസ്ഡ്. ഓപ്ഷൻ സി സൈക്കിൾ ടൈം ഇസ് ഈക്വൽ ടു ദ സം ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ ടൈംസ് ഇൻ ഓൾ ഫേസസ്. ഓപ്ഷൻ ഡി സൈക്കിൾ ടൈം ഇസ് ഈക്വൽ ടു ദ സം ഓഫ് റെഡ് ആൻഡ് യെല്ലോ ടൈംസ് ഇൻ ഓൾ ഫേസസ്. ഇതിൽ ഏത് പോയിന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു ഗുഡ് സിഗ്നലൈസ്ഡ് ഇന്റർസെക്ഷൻ ആണെങ്കിൽ ക്രോസിംഗ് കോൺഫ്ലിക്റ്റ് ഒരിക്കലും ഇൻക്രീസ് ചെയ്യാൻ പാടില്ല, ഇറ്റ് ഷുഡ് ബി എന്തായിരിക്കണം, ഡിക്രീസ്ഡ് ആയിരിക്കണം. സോ ഫസ്റ്റ് പോയിന്റ് എന്തായാലും തെറ്റാണ്. ഓക്കെ, അടുത്തത് ടോട്ടൽ ഡിലേ ഈസ് മിനിമൈസ്ഡ്. നമുക്കറിയാം നമ്മൾ എപ്പോഴും ഇന്റർസെക്ഷൻ സിഗ്നലൈസ് ചെയ്ത് കൊടുക്കുന്നത് തന്നെ നമുക്ക് ടൈം ഡിലേ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഡിലേ എപ്പോഴും മിനിമൈസ്ഡ് ചെയ്തിരിക്കണം. അപ്പം അത് കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പം മിനിമം ഡിലേ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കൺജഷൻ കുറവായിരിക്കും, അതുപോലെ തന്നെ ടൈം ലോസ് കുറവായിരിക്കും, ഫ്യൂവൽ ലോസ് കുറവായിരിക്കും. അപ്പോൾ ടോട്ടൽ ഡിലേ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വെൽ സിഗ്നലൈസ്ഡ് ഇന്റർസെക്ഷന്റെ ഉദ്ദേശം. സോ നമ്മുടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഇതും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a flow field is given by u is equal to y square, v is equal to xy and w is minus xy and w is equal to 0, where z value of z component of the angular velocity in radians per unit time up to 2 decimals at the point 0, -1, 1. ഇത് നമുക്ക് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് NAT ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് z കമ്പണന്റിന്റെ ആംഗുലാർ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് ഒമേഗ z ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒമേഗ z ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ അറിയാമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും, ഹാഫ് ഇൻറ്റു z എഴുതുമ്പോഴത്തേക്ക് ബാക്കി രണ്ട് ആൾക്കാരെയാണ് എടുക്കേണ്ടതെന്ന് ഓർത്താൽ മതി, ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ. ഇവിടെ z വരുമ്പോഴത്തേക്ക് ഇവിടെ എക്സും വൈയും ആണെന്നുള്ള കാര്യം ഓർത്താൽ മതി. എക്സ് വരുമ്പോൾ വിയുടെ കമ്പണന്റ് എടുക്കുക, വൈയുടെ കമ്പണന്റ് എടുക്കുക, വൈ എടുക്കുമ്പോൾ യുടെ കമ്പണന്റ് എടുക്കാന്ന് മാത്രം. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് വി എന്താണ്, വി എന്ന് പറയുന്നത് മൈനസ് എക്സ് വൈ ആണ്, മൈനസ് എക്സ് വൈ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് യു, യു എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഹാഫ് ഇൻറ്റു, നമുക്ക് എക്സിന് വിത്ത് റെസ്പെക്ട് ടു ചെയ്യാം. സോ എന്താ വരിക, സോ യുവർ ആൻസർ വിൽ ബി മൈനസ് വൈ മൈനസ് ഓഫ് 2y, വൈ സ്ക്വയറിന്റെ 2y. സോ എന്ത് വരും നമുക്ക്, -3y/2 എന്ന് വരും. ഓക്കെ,
ഇനി നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് അറ്റ് ദ പോയിന്റ് 0, -1, 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ് വൈ സെഡിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. സോ -3 × 1/2 വിച്ച് ഇസ് ഈക്വൽ ടു 3/2 അഥവാ 1.5. അപ് ടു 2 ഡെസിമൽ പ്ലേസസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 1.5 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞു ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. സോ യുവർ ആൻസർ ഇസ് 1.5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ shrinkage limit test, വോളിയം ആൻഡ് മാസ് ഓഫ് എ ഡ്രൈ സോയിൽ പാറ്റ് ആർ ഫൗണ്ട് ടു ബി 50 cm³ ആൻഡ് 88 gram. shrinkage limit ടെസ്റ്റിനകത്ത് ഡ്രൈ സോയിലിന്റെ മാസും വോളിയവും നമുക്ക് തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സോളിഡ്സ് ഇസ് 2.71. സ്പെസിഫിക് ഗ്രാവിറ്റി 2.71 ആണ്. ആൻഡ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് 1 gram/cc. ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ദ shrinkage ലിമിറ്റ് ഇൻ പെർസെൻറ്റേജ് അപ് ടു 2 ഡെസിമൽ പ്ലേസസ്. ഇതും NAT ടൈപ്പ് ആണ്. shrinkage ലിമിറ്റിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മാസ് ഓഫ് ഡ്രൈ സോയിൽ 88 gram ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് വോളിയവും തന്നിട്ടുണ്ട്. വോളിയം എത്രയാണ്? 50 cm³ ആണ്. ഇത് രണ്ടും ഡ്രൈ കേസിലുള്ളതാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഗാമ ഡ്രൈ കണ്ടുപിടിക്കാൻ പറ്റും. മാസ് ബൈ വോളിയം വെച്ചിട്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു 88/50 gram/cm³ കിട്ടും. ഓക്കെ, ആൻഡ് നമുക്കറിയാം ഗാമ ഡി ഇസ് ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1+E ആണെന്ന് അറിയാം അല്ലേ? സോ ഇതിൽ നിന്ന് നമുക്ക് ഗാമ ഡിയുടെ വാല്യൂ 88/50 ഇസ് ഈക്വൽ ടു ജിയുടെ വാല്യൂ 2.71 ഇൻറ്റു ഗാമ ഡബ്ല്യു 1 ആണ് 1+E. ഇതിൽ നിന്ന് യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇ. ഓക്കെ, ഇയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 0.53. നമുക്കിവിടെ shrinkage ലിമിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. shrinkage ലിമിറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. shrinkage ലിമിറ്റ് ഇസ് ഈക്വൽ ടു E/G എന്നുള്ള റിലേഷൻഷിപ്പ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം E കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ റിലേഷൻഷിപ്പ് എഴുതിയാലും മതി. shrinkage ലിമിറ്റ് ഇസ് ഈക്വൽ ടു E/G ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് പറയാം S ഈസ് ഈക്വൽ ടു WG. ഓക്കെ, വാട്ടർ കണ്ടന്റ് എന്താണ് ഇവിടെ? 1 ആണ്. സോ അതിൽ നിന്ന് നമുക്ക് S ഇസ് ഈക്വൽ ടു നമ്മുടെ വാട്ടർ കണ്ടന്റ് ആണ് കണ്ടുപിടിക്കുക. S ഇസ് ഈക്വൽ ടു WG. വാട്ടർ കണ്ടന്റ് ആണ് shrinkage ലിമിറ്റിന് ഈക്വൽ. നമുക്കറിയാം shrinkage ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേജിൽ എന്താണ്? നമുക്കൊരു സോയിൽ ഉണ്ടെങ്കിൽ സോളിഡ്സും ഉണ്ടാവും വോയിഡ്സും ഉണ്ടാവും. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ വോയിഡ്സിലെല്ലാം ഈ വെള്ളം വന്ന് ഒക്കുപ്പൈ ചെയ്യും. ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ വോയിഡ്സ് മൊത്തം വെള്ളമാവും. എന്ത് പറ്റും? വോയിഡ്സ് മൊത്തം വെള്ളം കൊണ്ട് നിറയും. പിന്നീട് നമ്മൾ അഡീഷണലി ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം എന്ത് പറ്റും? ഈ സോയിലിന്റെ പുറത്ത് സ്വെൽ ചെയ്യാൻ തുടങ്ങും. അതിന് മുമ്പേ സോയിലിന്റെ വോളിയം V ആണ്. നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും ഈ വോളിയം V ചേഞ്ച് ചെയ്യത്തില്ല. കാര്യം എന്താണ്? ഈ വെള്ളം എല്ലാം വോയിഡ്സിലേക്ക് പോവാണ്. വോളിയം അതുപോലെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഈ വോയിഡ്സ് മൊത്തം വെള്ളം കൊണ്ട് നിറയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? നമ്മുടെ സോയിൽ സ്വെൽ ചെയ്യാൻ തുടങ്ങും. അതായത് അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഈ ഒരു പാർട്ടിൽ നമുക്ക് വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് നിന്നിട്ട് പിന്നീട് പെട്ടെന്ന് വോളിയം കൂടും. അപ്പം ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ, അതായത് ഈ ഒരു നമ്മുടെ വോയിഡ്സ് മൊത്തം വെള്ളം നിറഞ്ഞ് നമ്മുടെ സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആവുന്ന കേസിലുള്ള നമ്മുടെ വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ shrinkage ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ shrinkage ലിമിറ്റ് എത്തിയതിന് ശേഷം മാത്രമേ സോയിലിന്റെ വോളിയം ഇതുപോലെ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. shrinkage ലിമിറ്റിന് മുന്നേ വരെ നമ്മുടെ വോളിയത്തിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. കാരണം എന്താണ്? നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമെല്ലാം സോളിഡിന്റെ വോയിഡ്സിൽ വന്നാണ് നിറയുന്നത്. അപ്പോൾ സോയിലിന്റെ വോയിഡ്സ് മൊത്തം വെള്ളം നിറഞ്ഞതിന് ശേഷമാണ് അത് എക്സ്പാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ shrinkage ലിമിറ്റിൽ എന്താണ്? നമുക്ക് നമ്മുടെ സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. അതായത് എസിന്റെ വാല്യൂ 1 ആണ്. സോ നമ്മൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ E ഇസ് ഈക്വൽ ടു WG എന്ന് വരും. സോ W ഇസ് ഈക്വൽ ടു E/G. അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? S ആണ് കണ്ടുപിടിക്കേണ്ടത്. S അല്ലെങ്കിൽ WS എന്നിട്ടുള്ളൂ. WS ആണ്. WS ഇസ് ഈക്വൽ ടു 0.53 ഡിവൈഡഡ് ബൈ 2.71 വഴി നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് 0.1991 അല്ലെങ്കിൽ നമുക്ക് പെർസെൻറ്റേജിലാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. സോ അത് വായിക്കുക. ഇവിടെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. 0.119 എന്ന് എഴുതി വെക്കലും ഇൻ പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുക. സോ 19.91 ആണ് നമ്മുടെ 91 അല്ലെങ്കിൽ 92% ആണ് നമ്മുടെ വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ shrinkage ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A 10 meter wide rectangular channel carries a discharge of 20 m³ under critical condition. ഒരു 10 മീറ്റർ വൈഡിലുള്ള റെക്ടാങ്കുലർ ചാനലിനകത്ത് 20 m³ per second ഡിസ്ചാർജ് ഉണ്ട്. ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണ്.
Using G is equal to 9.81 meter per second square, the specific energy up to 2 decimal places. നമുക്ക് സ്പെസിഫിക് എനർജി ആണ് കണ്ടുപിടിക്കേണ്ടത്. ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് സ്പെസിഫിക് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. EC is equal to 3/2 YC എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, YC എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ക്രിട്ടിക്കൽ ഡെപ്ത് അറിയത്തില്ല. സോ ക്രിട്ടിക്കൽ ഡെപ്ത് കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ ഡെപ്തിന്റെ ഇക്വേഷൻ Q²/G the whole raised to 1/3, വേർ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്ചാർജ് പെർ യൂണിറ്റ് ഡെപ്ത് ആണ്, അത് ഓർക്കുക. സ്മോൾ q ഡിസ്ചാർജ് പെർ യൂണിറ്റ്, ഡെപ്ത് അല്ല, യൂണിറ്റ് വിഡ്ത്ത് ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് നമുക്ക് ഇവിടെ എത്ര തന്നിട്ടുണ്ട്, 20 ആണെന്ന് തന്നിട്ടുണ്ട്. യൂണിറ്റ് വിഡ്ത്ത്, ഒരു വിഡ്ത്ത് എത്രയാണ്, 10 മീറ്റർ. സോ 20/10 ആണ് സ്മോൾ q. 20 ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ആണ്. സോ 20/10 the whole square divided by ജിയുടെ വാല്യൂ 9.81 the whole raised to 1/3. കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. So you will get the value of critical depth as 0.741 meter. Okay, YCയുടെ വാല്യൂ 0.741 meter എന്ന് കിട്ടും. സോ നമുക്ക് നമ്മുടെ സ്പെസിഫിക് എനർജിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/2 into 0.741 വരും, which will be equal to 1.1 meter. So 1.1 ആണ് നമ്മുടെ സ്പെസിഫിക് എനർജിയുടെ വാല്യൂ. Okay. Next question. The Lee-Chatelier apparatus is used to determine. Lee-Chatelier apparatus എന്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. Compressive strength of cement, fineness of cement, setting time of cement, soundness of cement. Lee-Chatelier apparatus നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സൗണ്ട്നെസ് ആണ്, അതായത് അതിൻ്റെ എക്സ്പാൻഷൻ എത്രത്തോളം നമുക്ക് ഉണ്ടാവുന്നു, വോളിയം ചേഞ്ച് ഉണ്ടാവുന്നു എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ സൗണ്ട്നെസ് ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. Next question. A city generates 40 into 10⁶ kilogram of municipal solid waste per year. ഒരു വർഷം 40 into 10⁶ kilogram municipal solid waste ഒരു സിറ്റി ജനറേറ്റ് ചെയ്യുന്നു. Out of which only 10% is recovered or recycled and rest goes to landfill. ഇതിനകത്ത് ഈ 40 into 10⁶ കിലോഗ്രാമിനകത്ത് 10% മാത്രമാണ് റിക്കവർ ചെയ്യുക അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക, ബാക്കി ഇത്രയും ലാൻഡ്ഫില്ലിലേക്ക് പോവുകയാണ്. The landfill has a single lift of 3 meter height and is compacted to a density of 550 kg per meter cube. ലാൻഡ്ഫില്ലിന് ഒരു സിംഗിൾ ലിഫ്റ്റ് 3 മീറ്റർ ആണ് ഹൈറ്റ് ഉണ്ടാവുക, ആൻഡ് അതിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 550 kg per meter cube ആണ്. If 80% of the landfill is assumed to be MSW, അതായത് മുനിസിപ്പൽ സോയിൽ വേസ്റ്റ് ആണ് ലാൻഡ്ഫില്ലിന്റെ 80% എങ്കിൽ ലാൻഡ്ഫിൽ ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ അപ് ടു നമുക്ക് എത്ര ആണ് ലാൻഡ്ഫിൽ ഏരിയ വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇതും NAT ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്. സിറ്റി ജനറേറ്റ് ചെയ്യുന്ന ടോട്ടൽ MSW അല്ലെങ്കിൽ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ 40 into 10⁶ kg ആണ്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ആദ്യമേ എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് ടോട്ടൽ MSW പെർ ഇയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 into 10⁶ kg ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഔട്ട് ഓഫ് വിച്ച് 10% ഇസ് റിക്കവേർഡ് ആൻഡ് റീസൈക്കിൾഡ്. അതിൽ ഈ ഉള്ളതിനകത്ത് 10% മാത്രമാണ് റിക്കവർ ചെയ്ത് നമ്മൾ റീസൈക്കിൾ ചെയ്തെടുക്കുന്നത്, ബാക്കി ഇത്രയും ലാൻഡ്ഫിൽ ആയിട്ട് പോവുകയാണ്. അതായത് ഉള്ളതിനകത്ത് 10% നമ്മൾ റിക്കവർ ചെയ്യും, ബാക്കി 90% എന്താണ്, നമുക്ക് ലാൻഡ്ഫിൽ ആയിട്ടാണ് പോകുന്നത്. സോ നമുക്ക് MSW that goes to landfill, ലാൻഡ്ഫില്ലിലേക്ക് പോകുന്നത് എത്രയാണ്? ഇതിൻ്റെ 90% ആണ്. സോ 0.9 into 40 into 10⁶. സോ ചെയ്യുമ്പോഴത്തേക്ക് 9 4 36 വരും. സോ 36 into 10⁶ kg ആണ് നമുക്ക് എങ്ങനെയായിട്ട് വരിക? ലാൻഡ്ഫില്ലായിട്ട് വരാം. ഓക്കെ, 36 into 10⁶ kg ആണ് നമുക്ക് ലാൻഡ്ഫില്ലായിട്ട് വരാം. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ലാൻഡ്ഫില്ലിൻ്റെ ലിഫ്റ്റ് തന്നിട്ടുണ്ട്, കോമ്പാക്റ്റഡ് ഡെൻസിറ്റി തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് ഡെൻസിറ്റി എത്ര തന്നിരിക്കുന്നത്? 550 kg per meter cube ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തറിയാം? നമുക്ക് ഇതിനകത്ത് ഡെൻസിറ്റി അറിയാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാസ് ബൈ വോളിയം ആണ് അല്ലേ? നമുക്ക് മാസ് അറിയാം, മാസ് 36 into 10⁶ ആണ്. നമ്മൾ ഈ ഒരു ലാൻഡ്ഫില്ലിൽ ഇടുന്നതിൻ്റെ മാസാണ് ഈ തന്നിരിക്കുന്നത്, അതിൻ്റെ ഡെൻസിറ്റി അറിയാം. അങ്ങനെയാണ് ഇതിൻ്റെ വോളിയം കണ്ടുപിടിച്ചൂടെ?
സോ ടോട്ടൽ വോളിയം ഓഫ് വേസ്റ്റ് എന്ന് പറയുന്നത് എന്ത് വരും നമുക്ക്? ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ നോക്കൂ, ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. വോളിയം ആണ് വേണ്ടത്. സോ മാസ് ബൈ ഡെൻസിറ്റി m ബൈ ഗാമ. മാസ് എത്രയാണ് നമുക്ക്? 36 ഇൻറ്റു 10⁶ ഡിവൈഡഡ് ബൈ 550. രണ്ടും കിലോഗ്രാമിലായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് 654.54 മീറ്റർ ക്യൂബ് എന്ന് വരും വോളിയം കിട്ടിക്കഴിഞ്ഞു. വോളിയം ഓഫ് വേസ്റ്റ് കിട്ടി. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 80% MSW ആണെങ്കിൽ ലാൻഡ് ഫിൽ ഏരിയ നമുക്ക് എത്ര വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വോളിയം കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് MSW ലാൻഡ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് മൊത്തം ഉള്ളതിൻ്റെ 80% MSW ആണ്. സോ 0.8 A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ആണ് അല്ലേ? 0.8 A എന്ന് പറയും. അതെന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്? 654.54 മീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞെടുക്കാം. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് എയുടെ വാല്യൂ ആസ് 272.7 മീറ്റർ സ്ക്വയർ എന്ന് വരും. ഒന്നുമില്ല, ഇവിടെ നമ്മൾ MSW A മീറ്റർ സ്ക്വയർ ലാൻഡ് ഏരിയ ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഡെൻസിറ്റി ആണ് ഉള്ളത്. ഡെൻസിറ്റി മീറ്റർ ക്യൂബ് ആണ്. ഡിവൈഡഡ് ബൈ മീറ്റർ ചെയ്യുമ്പോൾ അത് എന്തായി മാറി? ഏരിയ ആണ്. അതാണ് നമുക്ക് 0.8 ടൈംസ് A ഉള്ളതെന്നുള്ള അസ്യൂം ചെയ്ത് അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഫില്ലറ്റ് വെൽഡ് the direct shear stress and bending tensile stress are 50 MPa and 150 MPa respectively. Direct shear stress ഉം bending tensile stress ഉം നമുക്ക് തന്നിട്ടുണ്ട്. IS 800-2000 പ്രകാരം equivalent stress എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ equivalent stress കണ്ടുപിടിക്കാൻ വേണ്ടി there is an equation √(f² + 3q²). അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കോഡൽ പ്രൊവിഷൻ പ്രകാരം it should be less than FU divided by √3 gamma m എന്ന റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സോ എഫ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എഫ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് ടെൻസൈൽ സ്ട്രെസ് ആണ്. സോ ബെൻഡിങ് ടെൻസൈൽ സ്ട്രെസ് ഇവിടെ 150 ആണ്. 150² + 3 × Q² എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ് 50². ഓക്കെ, സോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 173.205 MPa എന്നുള്ളത് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് ഒറ്റ ക്വസ്റ്റിനും കൂടെ നോക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്, നോക്കാം. A core cutter of 130 mm height and has inner and outer diameters of 100 and 106 mm respectively. കോർ കട്ടറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ഇന്നർ ഡയമീറ്ററും ഔട്ടർ ഡയമീറ്ററും തന്നിട്ടുണ്ട്. ഏരിയ റേഷ്യോ ഓഫ് ദ കോർ കട്ടർ ഇൻ ഡെസിമൽ പ്ലേസസ്. ഏരിയ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയ റേഷ്യോയുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫോർമുല അറിയണം. ഏരിയ റേഷ്യോ ഇസ് ഈക്വൽ ടു ഡി ഔട്ടർ സ്ക്വയർ മൈനസ് ഡി ഇന്നർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി ഇന്നർ സ്ക്വയർ ഇൻറ്റു 100. പെർസെൻറ്റേജിലാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. സോ ഔട്ടർ ഡയമീറ്റർ, ഇന്നർ ഡയമീറ്റർ 100ഉം ഔട്ടർ 106ഉം ആണ്. സോ ഔട്ടർ ഡയമീറ്റർ 106 സ്ക്വയർ മൈനസ് ഇന്നർ 100 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇന്നർ വീണ്ടും 100 സ്ക്വയർ ഇൻറ്റു 100. ഓക്കെ, സോ ഇത് സിമ്പിളായിട്ട് വേണമെങ്കിൽ ചെയ്യാം. 106 ഇൻറ്റു 100 ഇൻറ്റു 106 പ്ലസ് 100 ഇൻറ്റു 106 മൈനസ് 100 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ഇൻറ്റു 100. 100 ക്യാൻസൽ ചെയ്തു. സോ ഇവിടെ വെച്ച് തന്നെ മാക്സിമം സിമ്പിൾ ചെയ്തിട്ട് ചെയ്തോളൂ. കാൽക്കുലേറ്റർ ഉണ്ടായേണ്ട ആ പ്രശ്നമില്ല. 12.36% എന്ന് വരും. ഓപ്ഷൻ ഇല്ല. സോ 12.36% ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അടുത്ത ഒരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ട്. ആ തിയറി ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് നോക്കാം. For routing of flood in a given channel using Muskingum method, two of the routing coefficients are estimated as C is equal to -0.25 and C1 is equal to 0.55. The value of third coefficient C2 would be. ഇത് വളരെ സിമ്പിൾ ആണ്. മസ്കിംഗം മെത്തേഡ് ഓഫ് ക്ലൗഡ് റൂട്ടിംഗ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈ 3 പാരാമീറ്റേഴ്സിൽ 2 തന്നിട്ടുണ്ട്.
ഒരെണ്ണം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു സിമ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം എഴുതാൻ പറ്റും. അതായത് C0 പ്ലസ് C1 പ്ലസ് C2 ഇസ് ഈക്വൽ ടു 1. ഇതിൻ്റെ എല്ലാ സമ്മും 1 ആയിരിക്കും എന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഇവിടെ ഒരെണ്ണത്തിൻ്റെ വാല്യൂ -0.25 എന്ന് തന്നിട്ടുണ്ട്, രണ്ടാമത്തത് 0.55 എന്ന് തന്നിട്ടുണ്ട്, മൂന്നാമത്തേൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ യുവർ വാല്യൂ വിൽ ബി ഈക്വൽ ടു 1 മൈനസ് ഓഫ് 0.55 പ്ലസ് 0.2 ചെയ്യുമ്പോൾ എത്ര വരും? 0.7. ഇതും ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ആണ്. 0.7 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ആ തിയറി ക്വസ്റ്റിനോട് നോക്കാം. The deformation in concrete due to sustained loading. Sustained ആയിട്ടുള്ള ലോഡിങ് കാരണം ഉണ്ടാവുന്ന deformation in concrete എന്താണ്? Creep, hydration, segregation, shrinkage. നമുക്കറിയാം സസ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ കുറേ നേരം നിലനിൽക്കുന്ന ലോഡിംഗ് ആണ്. അതായത് കുറേ ടൈമിലേക്ക് നിലനിൽക്കുന്ന ലോഡിംഗ് കാരണം ഉണ്ടാവുന്ന കോൺക്രീറ്റിന്റെ ഡീഫോർമേഷൻ നമ്മൾ ക്രീപ്പ് എന്ന് പറയും. ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ സിമെന്റും വാട്ടറും കൂടെയുള്ള റിലേഷൻഷിപ്പ്, ഒരു റിയാക്ഷനെയാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ കോസെഗ്രിഗേറ്റ് സിമെന്റിന്റെ കോൺക്രീറ്റിന്റെ സർഫസിൽ വരുന്നതാണ്. ഷ്രിങ്കേജ് നമുക്കറിയാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷ്രിങ്കേജ് ഒക്കെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Bernoulli's equation is applicable for viscous and compressible flow, inviscid and compressible fluid flow, inviscid and incompressible flow, viscous and incompressible flow. അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ? നമുക്കറിയാം ഫ്ലൂയിഡ് ഇൻകംപ്രസിബിൾ ആയിരിക്കണം. സോ ഓപ്ഷൻ എയും ബിയും നമുക്ക് അതുപോലെ മാറ്റാം. പിന്നെ അത് വിസ്കസും ആവാൻ പാടില്ല. അതായത് നമുക്ക് അപ്പോൾ കറക്റ്റ് ആൻസർ എന്താ വരും? ഓപ്ഷൻ സി, ഇൻവിസിഡ് ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോയിലാണ് ബെർണോളിസ് ഇക്വേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി അടുത്ത അടുത്ത ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത് ഉള്ള വീഡിയോ ആയിപ്പോൾ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഈ പ്രോബ്ലംസ് ഒക്കെ തന്നെ ചെയ്ത് പഠിക്കുക, ബിക്കോസ് നമുക്ക് ഇതിന് സിമിലർ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വരും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഗേറ്റിന് വരുന്ന സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും പാറ്റേൺ അല്ലെങ്കിൽ ചോദിക്കുന്ന രീതി, ചോദിക്കുന്ന മേഖല, സോ പാറ്റേൺസ് മനസ്സിലാക്കുക. നമുക്കിപ്പോൾ ഒരു ജിയോ ടെക്നിക്കൽ ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലോ ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് പാറ്റേൺ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നു എന്ന് ലാസ്റ്റ് ടൈം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനിലൂടെ സഹായിക്കും. മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഇത്രയും ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ടൈം ഫ്രെയിമിനുള്ളിൽ അക്യുറസിയും സ്പീഡോട് കൂടി ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യം ഒന്ന് അസർട്ടൺ ചെയ്യണം. അതാണ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം. നമുക്ക് കാൽക്കുലേറ്റർ അലൗഡ് ആണെങ്കിൽ കൂടി നമുക്ക് സ്പീഡ് വേണം, അതുപോലെ തന്നെ അക്യുറസിയും വേണം. ഇത് രണ്ടും നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കി വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ഇതിൻ്റെ ഈ ഒരു 2018 തന്നെ സെറ്റ് 1 ആയിട്ടേ ഉള്ളൂ, ഇതുപോലെ ഒരു സെറ്റ് 2 ഉണ്ട്. പോലെ നമുക്ക് 21 വരെയുള്ള 2 സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, സോ ദാറ്റ് അത് ക്ലാരിഫൈ ചെയ്ത് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.